ഒരു ഫുട്ബോൾ മത്സരം നടന്നു. മേൽപ്പറമ്പ് പ്രവാസി ലീഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിലേക്ക് ടീം അംഗങ്ങളെ തെരഞ്ഞെടുത്തത് ലേലം വിളിയിലൂടെയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് പ്രദേശത്തുകാർക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ സെവൻസ് മത്സരം. കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് ഫുട്ബോൾ കളിക്കാരുടെയും കമ്പക്കാരുടെയും നാടാണ്. അതുകൊണ്ടുതന്നെയാണ് യുഎഇയിൽ പ്രവാസിയായിട്ടും മേൽപ്പറമ്പ് പഞ്ചായത്തുകാർക്ക് മാത്രമായി ഫുട്ബോൾ മത്സരം ദുബായിൽ സംഘടിപ്പിച്ചത്. എറൌണ്ട് മേൽപ്പറമ്പ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഖിസേസിലെ കോർണർ ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരം. ഫുട്ബോളിൽ വളരെയധികം പേരുകേട്ട നാടാണ് ഞങ്ങളുടെ നാട് മേൽപ്പറമ്പ്. പ്രവാസ ജീവിതത്തിൽ ഇവിടെ ഉള്ള കുറേ ആൾക്കാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഞങ്ങളിലുള്ള. അപ്പോൾ അവർക്കുള്ള ഒരു അവസരം കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചതാണ്. മേൽപ്പറമ്പ് പ്രവാസി ലീഗ് എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 8 ടീമുകൾ പങ്കെടുത്തു. പരസ്പരം അറിയുന്നവരാണെങ്കിലും വീറും വാശിയും നിറഞ്ഞതായിരുന്നു മത്സരങ്ങൾ. കളി പലപ്പോഴും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും നീണ്ടു. IPL മാതൃകയിൽ ലേലം വിളിച്ചായിരുന്നു ഓരോ ടീം അംഗങ്ങളെയും വിവിധ ടീം ഉടമകൾ സ്വന്തമാക്കിയത്. പൂർണ്ണമായും ഓൺലൈൻ വഴിയായിരുന്നു ഈ ലേലം വിളിയെന്ന് സംഘാടകർ. ബ്രിട്ടീഷ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടീം ബ്രിട്ടീഷ് കട്ടക്കാൽ കിരീടം ചൂടി. റെയിൻബോ വള്ളിയോടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇവർ പരാജയപ്പെടുത്തിയത്. കാസർകോട്ടെ പഴയകാല ഫുട്ബോൾ താരം ഇല്യാസ് റഹ്മാൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ഫുട്ബോൾ കളിയെ ഏറെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് തന്നെയാണ് ഒരു പഞ്ചായത്തിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി മേൽപ്പറമ്പ് പ്രവാസി ലീഗ് എന്ന പേരിൽ ഇവർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ദുബായ് ഖിസസിൽ നിന്നും ക്യാമറാമാൻ തൻവീറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. സാഫ് ഫുട്ബോളിൽ ശ്രീലങ്ക